തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവ് ക്ഷേത്രങ്ങളിൽ മോഷണം. 2 ക്ഷേത്രങ്ങളാണ് മോഷണം നടന്നത്. പൊട്ടൻകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എങ്ങനെയാണ് ഈ മോഷ്ടാവിനെ പിടികൂടാനായത്? കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അല്ലെങ്കിൽ പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ മോഷണം കാട്ടാക്കട പൊട്ടൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും സമീപത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും മോഷണം നടന്നത്. മോഷണം നടന്നതിന് ശേഷം പുലർച്ചെ 2:30 ക്ഷേത്രത്തിൽ ക്ഷേത്രപോറ്റി എത്തുന്ന ഒരു പുലർച്ചയ്ക്കുള്ള പൂജയ്ക്കായി 2:30 ക്ഷേത്രപോറ്റി ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ വാതിലുകളും ഒപ്പം തന്നെ ഉപപ്രതിഷ്ഠ ഉള്ള ക്ഷേത്ര വാതിലുകളും തന്നെ പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം പോറ്റി ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ പോറ്റി സമീപത്തെ നാട്ടുകാരെ വിവരം അറിയിക്കായിരുന്നു. സമീപത്തെ വീടുകളിൽ വിവരമറിയിച്ച് നാട്ടുകാരെ വിവരമറിയിച്ചു. ഇതിനെ തുടർന്ന് ഈ പോറ്റിയെ കണ്ട കള്ളൻ ക്ഷേത്രത്തിന്റെ സമീപത്തിന്റെ മറ്റൊരു മതിലിന്റെ പുറകിലായി ഒളിച്ചിരിക്കുകയായിരുന്നു. നാട്ടുകാർ കൂടുന്ന സമയത്ത് രക്ഷപ്പെടാനായി കള്ളൻ മതിൽ ചാടുന്ന സമയത്താണ് നാട്ടുകാർ കള്ളനെ കാണുന്നതും തുടർന്ന് നാട്ടുകാരാണ് ഓട്ടിച്ചിട്ട് കള്ളനെ പിടികൂടുന്നത്. തുടർന്ന് കാട്ടാക്കട പോലീസിലേക്ക് കള്ളനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കണിയാപുരം സ്വദേശിയാണ് ഈ കള്ളൻ എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ മറ്റു വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. മോഷണത്തിനായി എത്തിയത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മോഷണം പോയിരിക്കുന്നത്. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പൂട്ടുകൾ പൊളിക്കാൻ മാത്രമാണ് ഇപ്പോൾ കള്ളന് സാധിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി വിനീഷ്.